നമ്മുടെയെല്ലാം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ചിത്രങ്ങളിലൂടെ നിറം പകർന്ന ഒരു പേരുണ്ട്, കൊഡാക്. ഫോട്ടോഗ്രഫിയെ ഒരു ആഡംബരത്തിൽ നിന്ന് സാധാരണക്കാരന്റെ കൈകളിലേക്ക് എത്തിച്ച ഒരു വിപ്ലവകാരിയുടെയും ഒരു കമ്പനിയുടെയും കഥയാണ് കൊഡാക്കിൻ്റേത്. ജോർജ് ഈസ്റ്റ്മാൻ എന്ന ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യന്റെ സ്വപ്നത്തിൽ നിന്നാണ് കൊഡാക്കിന്റെ കഥ ആരംഭിക്കുന്നത്. സാങ്കേതിക വിപ്ലവങ്ങളുടെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയി ഒടുവിൽ ഒരു പുനർജന്മത്തിന്റെ പാതയിൽ നിൽക്കുന്ന കൊഡാക്കിന്റെ സമ്പൂർണ്ണ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫോട്ടോഗ്രഫി എന്നത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു കലയായിരുന്നു. വലിയ ക്യാമറകളും ഭാരമുള്ള ട്രൈപോഡുകളും ഇരുണ്ട മുറിയിൽ കെമിക്കൽസ് ഉപയോഗിച്ച് ചിത്രങ്ങൾ വാഷ് ചെയ്തെടുക്കാനുള്ള സങ്കീർണമായ പ്രക്രിയകളുമെല്ലാം ഫോട്ടോഗ്രഫിയെ എക്സ്പെർട്സിന് മാത്രം പ്രാപ്യമായ ഒന്നാക്കി മാറ്റിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജോർജ് ഈസ്റ്റ്മാൻ എന്ന യുവ ബാങ്ക് ക്ലർക്ക് ഫോട്ടോഗ്രഫിയിൽ താല്പര്യം കാണിക്കുന്നത്. 1854 ജൂലൈ 12 ന്യൂയോർക്കിലെ വാട്ടർവില്ലിൽ ജനിച്ച ഈസ്റ്റ്മാൻ സ്വന്തം കുടുംബത്തെ പോറ്റാൻ ചെറുപ്പത്തിലെ ജോലിക്ക് ഇറങ്ങിയ വ്യക്തിയാണ്. ഫോട്ടോഗ്രഫിയുടെ സങ്കീർണതകളിൽ മടുത്ത ഈസ്റ്റ്മാൻ അത് ലളിതമാക്കാൻ തീരുമാനിച്ചു. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന വെറ്റ് പ്ലേറ്റ് പ്രക്രിയയ്ക്ക് പകരമായി മുൻകൂട്ടി തയ്യാറാക്കിയ ഉണങ്ങിയ ഡ്രൈ പ്ലേറ്റുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്ന രീതിയെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. ബ്രിട്ടീഷ് മാസികകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാത്രികളിൽ സ്വന്തം അമ്മയുടെ അടുക്കളയിൽ വെച്ച് അദ്ദേഹം ഡ്രൈ പ്ലേറ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. 3 വർഷത്തെ നിരന്തരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഈസ്റ്റ്മാൻ സ്വന്തമായി ഒരു ഡ്രൈ പ്ലേറ്റ് ഫോർമുല വികസിപ്പിക്കുകയും അവ വലിയ തോതിൽ നിർമ്മിക്കുന്നതിനുള്ള ഒരു യന്ത്രത്തിന് പേറ്റന്റ് നേടുകയും ചെയ്തു. 1881 ഈസ്റ്റ്മാൻ ഹെൻറി എ സ്ട്രോങ്ങുമായി ചേർന്ന് ഈസ്റ്റ്മാൻ ഡ്രൈ പ്ലേറ്റ് കമ്പനി സ്ഥാപിച്ചു. ഈ കമ്പനിയാണ് പിന്നീട് ഈസ്റ്റ്മാൻ കൊഡാക് കമ്പനിയായി മാറിയത്. ഈസ്റ്റ്മാന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഫിലിം റോളുകളായിരുന്നു. ഇത് ഗ്ലാസ് പ്ലേറ്റുകൾക്ക് പകരമായി കൂടുതൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതും ഭാരം കുറഞ്ഞതുമായ ഫിലിമുകൾ അവതരിപ്പിച്ചു. 1885 ഇതിന് പേറ്റന്റ് ലഭിച്ചു. ഫിലിം റോളുകൾ കണ്ടുപിടിച്ചതോടെ അത് ഉപയോഗിക്കാനുള്ള ഒരു ക്യാമറയുടെ ആവശ്യകത ഈസ്റ്റ്മാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ 1888 ആദ്യത്തെ കൊഡാക് ക്യാമറ പുറത്തിറങ്ങി. ഇത് ഒരു ലളിതമായ ബോക്സ് ക്യാമറയായിരുന്നു. ഈ ക്യാമറയുടെ വരവോടെ ഫോട്ടോഗ്രഫി സാധാരണക്കാർക്ക് പ്രാപ്യമായി. യു പ്രസ് ദി ബട്ടൺ, വി ഡു ദ റെസ്റ്റ് എന്നതായിരുന്നു കൊഡാക്കിന്റെ അക്കാലത്തെ പ്രശസ്തമായ പരസ്യവാചകം. ഇത് ഫോട്ടോഗ്രഫിയെ ഒരു സാങ്കേതിക പ്രക്രിയയിൽ നിന്ന് ലളിതമായ ഒരു വിനോദമാക്കി മാറ്റി. ഉപയോക്താക്കൾക്ക് ചിത്രം എടുക്കാൻ മാത്രമേ അറിയേണ്ടതുള്ളൂ. ഫിലിം വികസിപ്പിച്ച് പ്രിന്റ് എടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം കൊഡാക് ഏറ്റെടുത്തു. ഇത് ഒരു വിപ്ലവകരമായ ബിസിനസ് മോഡലായിരുന്നു. ആളുകൾക്ക് ക്യാമറകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചു. എന്നാൽ ഫിലിം വാങ്ങുന്നതിലൂടെയും പ്രിന്റ് എടുക്കുന്നതിലൂടെയും കൊഡാക്കിന് സ്ഥിരമായ വരുമാനം ലഭിച്ചു. 1900 പുറത്തിറങ്ങിയ ബ്രൗണി ക്യാമറ കൊഡാക്കിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. $1 പോലും വാങ്ങാൻ കഴിയുന്ന ഈ ക്യാമറ കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്നത്ര ലളിതമായിരുന്നു. ഇത് ഫോട്ടോഗ്രഫിയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി. ബ്രൗണി ക്യാമറ ദശലക്ഷക്കണക്കിന് യൂണിറ്റുകൾ വിറ്റഴിക്കുകയും കൊഡാക്കിനെ ഫോട്ടോഗ്രഫി ലോകത്ത് ഒരു അനിഷേധ്യ ശക്തിയായി മാറ്റുകയും ചെയ്തു. ഈസ്റ്റ്മാൻ ഒരു മികച്ച ബിസിനസ്സുകാരൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു. ജീവനക്കാർക്ക് ലാഭവിഹിതം നൽകുന്ന സമ്പ്രദായം അദ്ദേഹം കൊഡാക്കിൽ നടപ്പിലാക്കി. തന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും സംഭാവന ചെയ്തു. റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റി, MIT, ടസ്കീഗി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം കോടിക്കണക്കിന് ഡോളർ സംഭാവന നൽകി. 1932 മാർച്ചിൽ 77-ാം വയസ്സിൽ നട്ടെല്ലിനെ ബാധിച്ച രോഗത്തെ തുടർന്നുണ്ടായ വേദന കാരണം അദ്ദേഹം സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കി. ടു മൈ ഫ്രണ്ട്സ്, മൈ വർക്ക് ഈസ് ഡൺ, വൈ വെയിറ്റ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. കൊഡാക് ഫിലിം ഫോട്ടോഗ്രഫിയിൽ തങ്ങളുടെ ആധിപത്യം തുടരുമ്പോഴും ഭാവിയിലേക്കുള്ള സൂചനകൾ കമ്പനിക്കുള്ളിൽ തന്നെ രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. 1975 കൊഡാക്കിലെ എഞ്ചിനീയറായ സ്റ്റീവൻ സാസൺ ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചു. ഇത് ഫിലിം ഇല്ലാതെ ചിത്രങ്ങളെ ഇലക്ട്രോണിക് സിഗ്നലുകളാക്കി മാറ്റുന്ന ഒരു വലിയ യന്ത്രമായിരുന്നു. 0.01 മെഗാപിക്സൽ റെസൊല്യൂഷൻ മാത്രമുണ്ടായിരുന്ന ഈ ക്യാമറ ഒരു ചിത്രമെടുക്കാൻ 23 സെക്കൻഡ് എടുത്തിരുന്നു. 1986 കൊഡാക് ആദ്യത്തെ പ്രാക്ടിക്കൽ മെഗാപിക്സൽ ചാർജ് കപ്പിൾ ഡിവൈസ് CCD ഇമേജ് സെൻസർ വികസിപ്പിച്ചു. ഈ കണ്ടുപിടുത്തങ്ങൾ കൊഡാക്കിന്റെ ദീർഘവീക്ഷണം തെളിയിക്കുന്നതായിരുന്നു. ഡിജിറ്റൽ ഫോട്ടോഗ്രഫിയുടെ സാധ്യതകൾ അവർ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെയാണ് കൊഡാക്കിന് പിഴച്ചത്. തങ്ങളുടെ പ്രധാന ബിസിനസ്സായ ഫിലിം പ്രിന്റിംഗ് എന്നിവയെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന ഭയം കമ്പനിയിലെ പല ഉയർന്ന ഉദ്യോഗസ്ഥരെയും ഭരിച്ചു. സ്റ്റീവൻ സാസണിന്റെ കണ്ടുപിടുത്തത്തെ ഇൻട്രസ്റ്റിംഗ് ബട്ട് നോ വൺ ഷുഡ് നോ എന്നാണ് ചിലർ വിശേഷിപ്പിച്ചത്. ഫിലിം ബേസ്ഡ് ഫോട്ടോഗ്രഫിയിൽ നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ച് ജീവിച്ച ഒരു ഭീമൻ കമ്പനിക്ക് സ്വന്തം കണ്ടുപിടുത്തം പോലും ഭീഷണിയായി തോന്നി. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെയും ഡിജിറ്റൽ ഫോട്ടോഗ്രഫിക്ക് വലിയ മുന്നേറ്റമുണ്ടായി. കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റും സാധാരണമായതോടെ ചിത്രങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതും പങ്കിടുന്നതും എളുപ്പമായി. എന്നാൽ കൊഡാക് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മടിച്ചു.
അവർ കോടികൾ ഡിജിറ്റൽ ക്യാമറകളിൽ നിക്ഷേപിച്ചെങ്കിലും തങ്ങളുടെ ബിസിനസ് മോഡൽ മാറ്റാൻ തയ്യാറായില്ല. ഫിലിം വിറ്റും പ്രിന്റ് ചെയ്തും വരുമാനം നേടുന്ന പഴയ രീതിയിൽ അവർ ഉറച്ചുനിന്നു. കൊഡാക്കിന്റെ പരാജയത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഡിജിറ്റൽ ഇന്നൊവേഷനെ ഉൾക്കൊള്ളാനുള്ള വൈമുഖ്യമായിരുന്നു അതിൽ പ്രധാനം. ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചിട്ടും ഫിലിം ബിസിനസ്സിൽ നിന്ന് മാറി പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറാൻ കൊഡാക്ക് മടിച്ചു. റേസേഴ്സ് ആൻഡ് ബ്ലേഡ്സ് മോഡൽ, അതായത് കുറഞ്ഞ വിലയ്ക്ക് ക്യാമറ നൽകി ഫിലിം വിറ്റ് ലാഭം നേടുക എന്ന അവരുടെ പ്രധാന ബിസിനസ് തകരുമെന്ന് അവർ ഭയന്നു. കമ്പനിയുടെ നേതൃത്വം മാറ്റങ്ങളെ അവഗണിക്കുകയും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ പ്രാധാന്യം കുറച്ചു കാണുകയും ചെയ്തു. പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ജീവനക്കാരെ നിരുത്സാഹപ്പെടുത്തി. ഫോട്ടോഗ്രാഫിയുമായി ബന്ധമില്ലാത്ത കെമിക്കൽസ്, ഹെൽത്ത് കെയർ തുടങ്ങിയ ബിസിനസ്സുകളിലേക്ക് കൊഡാക്ക് ശ്രദ്ധ തിരിച്ചു. ഇത് പ്രധാന ബിസിനസ്സിൽ നിന്നുള്ള ശ്രദ്ധ മാറുകയും റിസോഴ്സസ് പാഴാക്കുകയും ചെയ്തു. കൊഡാക്കിന് ഡിജിറ്റൽ ഇമേജിങ്ങുമായി ബന്ധപ്പെട്ട് ധാരാളം പേറ്റന്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിലോ മറ്റ് കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്നതിലോ അവർ പരാജയപ്പെട്ടു. ഫ്യൂജി ഫിലിം പോലുള്ള എതിരാളികൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് വേഗത്തിൽ മാറുകയും പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്തപ്പോൾ കൊഡാക്ക് പിന്നോട്ട് പോയി. ഡിജിറ്റൽ ക്യാമറകളിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്കും ചിത്രങ്ങൾ അച്ചടിക്കുന്നതിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിടുന്നതിലേക്കും ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ മാറിയപ്പോൾ കൊഡാക്കിന് അത് ഉൾക്കൊള്ളാനായില്ല. 2001 ഓഫോട്ടോ എന്ന പേരിൽ ഒരു ഓൺലൈൻ ഫോട്ടോ ഷെയറിംഗ് സൈറ്റ് ആരംഭിച്ചെങ്കിലും ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് സമാനമായ ഒരു സോഷ്യൽ മീഡിയ അനുഭവം നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടു. തങ്ങളുടെ കഴിഞ്ഞകാല വിജയങ്ങളിൽ അമിതമായി ആത്മവിശ്വാസം പുലർത്തിയ കൊഡാക്ക് മാറ്റങ്ങൾക്ക് തയ്യാറാകാതെ ഒരുതരം ഇക്കാരസ് സിൻഡ്രോം പ്രകടിപ്പിച്ചു. എന്നുവെച്ചാൽ ആദ്യകാലങ്ങളിൽ ലഭിച്ച വിജയങ്ങളിൽ അമിതാത്മവിശ്വാസം വരികയും അത് തന്നെ പതനത്തിന് കാരണമാകുകയും എന്നതിനെയാണ് ഇക്കാരസ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഡിജിറ്റൽ വിപ്ലവത്തെ അവഗണിച്ചതിന്റെയും മാറാൻ മടിച്ചതിന്റെയും ഫലമായി കൊഡാക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി. 2003 2011 ഇടയിൽ 47,000 ജോലികളും 13 നിർമ്മാണ പ്ലാന്റുകളും 130 പ്രോസസിംഗ് ലാബുകളും അവർക്ക് അടച്ചുപൂട്ടേണ്ടി വന്നു. 2004 ശേഷം കമ്പനി ലാഭത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. ഒടുവിൽ 2012 ജനുവരിയിൽ ഈസ്റ്റ്മാൻ കൊഡാക്ക് കമ്പനി അമേരിക്കൻ നിയമത്തിലെ ചാപ്റ്റർ 11 പ്രകാരം പാപ്പരത്വത്തിനായി അപേക്ഷിച്ചു. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് അവരുടെ ഓഹരികൾ നീക്കം ചെയ്യപ്പെട്ടു. എന്നാൽ ഇത് കൊഡാക്കിന്റെ അവസാനമായിരുന്നില്ല. പാപ്പരത്വത്തിൽ നിന്ന് കരകയറാൻ അവർ പുതിയ വഴികൾ തേടി. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ആയിരക്കണക്കിന് പേറ്റന്റുകൾ അവർ വിൽക്കുകയും കടങ്ങൾ തീർക്കുകയും ചെയ്തു. പ്രധാനമായും ഡിജിറ്റൽ ഇമേജിങ്ങുമായി ബന്ധപ്പെട്ട പേറ്റന്റുകളായിരുന്നു ഇത്. ഏകദേശം $500 ദശലക്ഷം ഇതിൽ നിന്ന് അവർക്ക് ലഭിച്ചു. പാപ്പരത്വത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷം കൊഡാക്ക് തങ്ങളുടെ ബിസിനസ് മോഡൽ പുനഃക്രമീകരിച്ചു. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാറി ബിസിനസ് ടു ബിസിനസ് മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രധാനമായും പ്രിന്റിംഗ് ടെക്നോളജികളിലാണ് അവർ ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത്. പത്രങ്ങൾ, മാഗസിനുകൾ, വാണിജ്യ അച്ചടി എന്നിവയ്ക്കുള്ള പ്രിന്റിംഗ് സൊല്യൂഷനുകൾ അവർ നൽകുന്നു. കൂടാതെ ഫിലിം നിർമ്മാണത്തിലും ലൈസൻസിംഗിലുമെല്ലാം അവർക്ക് ഇപ്പോഴും സാന്നിധ്യമുണ്ട്. പഴയ ഫിലിം ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കായി കൊഡാക്ക് ഫിലിമുകൾ ഇപ്പോഴും ലഭ്യമാണ്. ഇന്ന് കൊഡാക്ക് ഒരു ചെറിയ എന്നാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കമ്പനിയാണ്. തങ്ങളുടെ പ്രിന്റിംഗ് ടെക്നോളജികളിൽ അവർ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. പാക്കേജിംഗ്, ഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻസ്, ഫങ്ഷണൽ പ്രിന്റിംഗ് എന്നിവയെല്ലാം അവരുടെ പ്രധാന ബിസിനസ് മേഖലകളാണ്. കൊഡാക്കിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ ലോകത്ത് മാറ്റങ്ങളെ ഉൾക്കൊള്ളേണ്ടതിന്റെ പ്രാധാന്യമാണ്. ഒരു കമ്പനി എത്ര വലുതായാലും എത്രമാത്രം വിജയം നേടിയിരുന്നാലും മാറ്റങ്ങളെ തിരിച്ചറിയാനും അതിനനുസരിച്ച് സ്വയം മാറാനും കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കൊഡാക്ക് തങ്ങളുടെ സ്വന്തം കണ്ടുപിടുത്തത്തെ അവഗണിച്ചതാണ് അവരുടെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയത്. എന്നിരുന്നാലും തകർച്ചയിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് പുതിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊഡാക്ക് ഇന്നും നിലനിൽക്കുന്നു. ഒരു കാലത്ത് ലോകം മുഴുവൻ ക്യാമറകളിലൂടെയും ഫിലിമുകളിലൂടെയും ചിത്രങ്ങൾ പകർത്തിയ ഒരു ഭീമൻ ഇപ്പോൾ കൂടുതൽ നിശബ്ദമായി എന്നാൽ പ്രധാനപ്പെട്ട ഒരു വ്യവസായത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൊഡാക്കിന്റെ ഭാവി എങ്ങോട്ടാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തിൽ കൊഡാക്കിന്റെ പേര് എന്നും അങ്ങനെ തിളങ്ങി നിൽക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.